ആഹാ, അമേരിക്ക വന്ന 1 മാസമായിട്ടില്ല, അപ്പോഴേക്കും സാരിയും ബ്ലൗസും വേണ്ടെന്ന് വെച്ചോ? വെറുതെ ഒരു ആശയ്ക്കല്ലേ ചേച്ചി. ഇപ്പൊ സാരിയും ബ്ലൗസും വേണ്ടെന്ന് വെക്കും, പിന്നെ എന്നെയും വേണ്ടെന്ന് വെക്കും. ഈ ചേച്ചി എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നെന്ന് ഇപ്പൊ തോന്നും. നല്ലതിനാണ് പറഞ്ഞതെന്ന് പിന്നെ മനസ്സിലാക്കും. No, I don't know. ഇന്ന് നിനക്ക് ഓവർ ടൈം ഉണ്ടായിരുന്നു. നീ കുടിച്ചിട്ടുണ്ടല്ലേ? എന്തിനാടി കുടിച്ചത്? ഞാൻ എന്റെ പണം കൊണ്ടാ കുടിച്ചത്. എന്താടി നീ പറഞ്ഞത്? പറഞ്ഞു, ഇതിനാണ് ഞാൻ നിന്നെ വളർത്തിയത്. നിർത്തൂ ചേച്ചി. എനിക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി പറയൂ, തന്നേക്കാം. സീതേ, സീതേ. ചേച്ചിയുമായി പൊരുത്തപ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ തനിച്ചൊരു വീട്ടിലേക്ക് മാറുകയാണ്. അതെ, അതെ അതെ അതേടാ. കുറച്ചു ദിവസം കഴിഞ്ഞ് പറയാം. ആര്? പാടുന്നു? ഞാനല്ലടാ പാടുന്നേ. അടുത്ത അപ്പാർട്ട്മെന്റില് ആരെ സന്തോഷിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോന്ന്? ശരി, നീ ഫോൺ വെക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. I say stop it. I say stop it. Can you please stop it? You are disturbing the neighbors. Stop it. Get out, I say. It's my apartment. We'll enjoy dancing. See. Get out. English. തെളിയുമ്പോ മലയാളം സംസാരിക്കും. ചേച്ചി. ചന്ദ്രൻ, നീ ഇവിടെ എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാനൊരു ദിവസം ഇവിടെ എത്തുമെന്ന്. അച്ഛനും ലതയ്ക്കൊക്കെ സുഖമാണോ? അച്ഛൻ എപ്പോഴും ചേച്ചിയുടെയും സീതയുടെയും ചിന്തയാണ്. സീത എവിടെ? അവള് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അടുത്ത് തന്നെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ചേട്ടൻ എങ്ങനെ അമേരിക്കയിലെത്തി? പാസ്പോർട്ട് എടുത്തു, വിസ വാങ്ങി, എയർ ഇന്ത്യ പ്ലെയിനിൽ പറന്നു വന്നു. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അതാണ് ചന്ദ്രന്റെ മിടുക്ക്. പിന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണണം. കയ്യിൽ ഡോളറില്ലേ സീതേ? എനിക്കൊരു $100 വേണം. തരാം. ഇതാ, ഇത് കഴിക്ക്.
May I join the table, please? You are right. Thank you. കോൾ അടിച്ചു ചേച്ചി. വന്ന ദിവസം തന്നെ ലാഭം $2000. ഇവിടെയും തുടങ്ങി എന്നിട്ട് തൊഴില്. എന്താ തൊഴിലിന് കുഴപ്പം? ഇതിനൊക്കെ ബുദ്ധി വേണം ചേച്ചി. ചന്ദ്ര, ജോലി ചെയ്തുണ്ടാക്കിയ കാശിൽ നിൽക്കൂ. ചൂത് കളിച്ച് ഇതുവരെ ആരും ഒന്നും നേടിയിട്ടില്ല. ചേച്ചി നോക്കിക്കോ ഞാൻ നേടുന്നത്. ഹായ്. You look beautiful in this dress. Hello. Come on. Sit down. How beautiful you are. Let's enjoy. Come on, darling. Come. No! Leave me alone! Leave me alone! I said don't touch me! Don't touch me! Leave me alone! You! Leave me alone! Get out! Get out, you rascal! ജനിച്ച നാടിനെ മറക്കരുത്. അവസാനം നീ അമ്മയെന്ന് വിളിച്ചില്ലേ, അതാ നിന്നെ രക്ഷിച്ചത്. ഏതായാലും കഴിഞ്ഞതെല്ലാം മറക്ക. ഭയപ്പെടണ്ട, ഞാന് ആ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. വരാം. ഏതായാലും വലിയൊരു ആപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ. ദൈവമാണ് സോമൻ അവിടെ എത്തിച്ചത്. എന്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കി. ഇനി ഞാൻ ചേച്ചിയുടെ കൂടെ കഴിഞ്ഞോളാം. വേണ്ട സീതേ, നിന്റെ തെറ്റുകൾ നീ തിരുത്തിയല്ലോ. ഒരർത്ഥത്തിൽ തനിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. എങ്കിലേ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവുള്ളൂ. അയ്യോ, ഉള്ള ബ്രെഡും കരിഞ്ഞു പോയല്ലോ. എല്ലാം കിട്ടുന്ന അമേരിക്കയില് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാനാ പ്രയാസം. ഇപ്പോഴല്ലയോ കല്യാണം കഴിക്കേണ്ട ആവശ്യം മനസ്സിലായത്. ഓ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏയ്, ഇഡ്ലി, സാമ്പാർ, ചമ്മന്തി. എങ്ങനെ മനസ്സിലായി എന്റെ ബ്രെഡ് കരിഞ്ഞു പോയെന്ന്? അവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഓ യെസ്, അങ്ങോട്ടിരിക്കാം. വരും. ആദ്യമായി ഒരു ഡെമോൺസ്ട്രേഷൻ. ഇഡ്ഡലി തിന്നുന്നതിനെ പറ്റി. ദാ, ഇഡ്ഡലി ഇങ്ങനെ എടുത്ത് വെക്ക. എന്നിട്ട് സാമ്പാർ എടുത്ത് ദാ ഒഴിക്കുക. ഞെരടുക, നല്ലതുപോലെ ഞെരടുക. ഞെരടിയോ? ഞെരടുക. ഇനി കഴിച്ചോളൂ. ഓ, ഐ എം സോറി, ഞാനാണല്ലേ. ആ, എന്നിട്ട് ചമ്മന്തി എടുത്ത് ഒഴിക്കുക. വീണ്ടും ഞെരടുക.
നല്ലതുപോലെ ഞെരിടുക. മുളക് പൊടി ഓ ഇല്ല വേണ്ട. എന്നിട്ട് ദാ ഇങ്ങനെ ഒരു പിടി.